നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ ഭാര്യ മരിച്ചു. മേലൂർ പൂലാനി പുത്തൻവീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജയാണ് മരിച്ചത്. ചെങ്ങമ്മനാട് ഗാന്ധിപുരത്ത് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 10 വയസ്സുകാരന്റെ ദേഹത്ത് വീണ ദാരുണാന്ത്യം. അമ്പാട്ടുവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. ആദിവാസി യുവതിക്ക് കാട്ടായനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു. കാരിക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരുക്കേറ്റത്. വാർത്തകൾ വിശദമായി. കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ ഭാര്യ മരിച്ചു. മേലൂർ പൂലാനി മരിയപാലന കേന്ദ്രത്തിന് സമീപം കാട്ടുകുള പുത്തൻവീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8:30 സംഭവം. സ്ഥിരം മദ്യപിച്ചെത്തുന്ന പ്രതീഷ് ലിജയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് പറയുന്നു. പ്രതീഷിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങമ്മനാട് പുറയാർ ഗാന്ധിപുരത്ത് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 10 വയസ്സുകാരന്റെ ദേഹത്ത് വീണ് ദാരുണാന്ത്യം. അമ്പാട്ടുവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 6:15 അപകടമുണ്ടായത്. തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകവെയായിരുന്നു അപകടം. ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടനാട് വിജ്ഞാനപീഠം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ മാള പൊയ്യ മണ്ഡലങ്ങളിലെ പര്യടനം അവസാനിച്ചു. മാള പള്ളിപ്പുറത്ത് നടന്ന സമാപന യോഗത്തിൽ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ, സന്തോഷ് ആത്തപ്പള്ളി, ബൈജു കണ്ടപ്പശ്ശേരി, മറ്റു പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ മനോഹരമായ വൈവിധ്യത്തിനെതിരെ ഉയർന്നു വരുന്ന ചില വെല്ലുവിളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്തെയാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെയാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ വൈവിധ്യത്തെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ബഹുമാനായ ശ്രീ മോഡി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും പണിയെടുക്കുന്നതും ഈ പറഞ്ഞ മൂല്യങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നിൽക്കണം. ആദിവാസി യുവതിക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാരിക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരിക്കേറ്റത്. കോടാലി ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലിക്ക് ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ വരുന്ന വഴി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ റോഡിൽ വെച്ച് കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇവരെ വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബീന കോടാലി ആശുപത്രിയിലെ ആശാവർക്കറാണ്. പരിക്ക് സാരമുള്ളതല്ല. മന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചൊരിഞ്ഞു. ഇന്നലെ രാത്രി 1 മണിയോടെ വെള്ളക്കാരിത്തടം മാനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന അബദ്ധത്തിൽ വീണത്. രക്ഷാദൌത്യമൊരുക്കിയെങ്കിലും ആന ചൊരിഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടത്തുകയായിരുന്നു. എന്നാൽ ഇതിനിടെ ആനയ്ക്ക് അനക്കമില്ലെന്ന് കാണുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം സംശയം തോന്നുകയും ചെയ്തതോടെ പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി മനസ്സിലാക്കിയത്. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാദൌത്യമാണ് ഫലമില്ലാതായത്. കഴിയുന്നതുപോലെയെല്ലാം ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനി ആനയുടെ ജഡം പുറത്തെടുക്കാനാണ് നീക്കം. JCB ഉപയോഗിച്ച് കുഴിയെടുത്താണ് ആനയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. പുലർച്ചെ 1:00 ആന കിണറ്റിൽ വീണതെന്ന് വീട്ടുടമ പറയുന്നു. പ്രദേശത്ത് ആനശല്യം രൂക്ഷമാണെന്നും സുരേന്ദ്രൻ പറയുന്നു. വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണിത്. അല്പം ആഴമുള്ള കിണറാണ്. മീഡിയ ടൈം, തൃശൂർ. എളന്തിക്കരയിൽ LDF തെരഞ്ഞെടുപ്പ് റാലിയും സമ്മേളനവും നടത്തി. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറൂബി സെലസ്റ്റീന അധ്യക്ഷയായി. L ആദർശ്, PO സുരേന്ദ്രൻ, MM കരുണാകരൻ, സേവി MR ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭർത്താവിന്റെ മർദ്ദനമേറ്റ ഭാര്യ മരിച്ചു. മേലൂർ പൂലാനി പുത്തൻ വീട്ടിൽ പ്രതീഷ് ഭാര്യ ലിജയാണ് മരിച്ചത്. ചെങ്ങമ്മനാട് ഗാന്ധിപുരത്ത് മരവും വൈദ്യുതി പോസ്റ്റും കടപുഴകി സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന 10 വയസ്സുകാരന്റെ ദേഹത്ത് വീണ ദാരുണാന്ത്യം. അമ്പാട്ടുവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. ആദിവാസി യുവതിക്ക് കാട്ടായനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു. കാരിക്കടവ് കോളനിയിലെ മലയൻ വീട്ടിൽ രതീഷിന്റെ ഭാര്യ ബീനയ്ക്കാണ് പരുക്കേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.